ഹായ് ഓൾ, വെൽക്കം ടു ബേസിക് കിച്ചൺ. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ഒരു കിഴി പൊറോട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കിഴി പൊറോട്ട ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ എപ്പോൾ വിസിറ്റ് ചെയ്താലും ഓർഡർ ചെയ്യുന്ന ഒരു വിഭവം കൂടിയാണിത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എന്ന് നോക്കാം. കിഴി പൊറോട്ടയ്ക്കായി ഞാനിവിടെ ആദ്യം ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഗീ റൈസിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് 4 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി വളരെ എളുപ്പത്തിൽ തന്നെ വഴന്ന് കിട്ടുന്നതായിരിക്കും. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി ഏകദേശം 3 മിനിറ്റോളം വിസിലിട്ട് പ്രഷറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിയെല്ലാം വഴന്ന് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇവ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉള്ളിയുടെ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇവിടെ നല്ലവണ്ണം ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഈ സ്റ്റേജിലാണ് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർക്കേണ്ടത്. ഏകദേശം 1 പിടി കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതും കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല നിറം ലഭിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ തന്നെ മസാലയുടെ നിറമൊക്കെ മാറി നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഏകദേശം 4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ചേർക്കുന്നതാണ് എപ്പോഴും കറികൾക്ക് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടൊമാറ്റോ ആണ്. അത് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ മൂടി കൊണ്ട് അടച്ച് ടൊമാറ്റോ ഒന്ന് കുക്കായി കിട്ടുന്നതിനായി വെയിറ്റ് ചെയ്യാം. ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള നമ്മുടെ മസാലയൊക്കെ നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ മസാലയുമായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല നല്ലവണ്ണം ചിക്കനുമായി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് മറ്റു മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല കൈവശമില്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ എന്നിവ ചേർത്താലും മതിയായിരിക്കും. പൊടികൾ നല്ലവണ്ണം ചിക്കനുമായി യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയുടെ ടെമ്പറേച്ചർ മാറാണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കുന്നത്. അതുമാത്രമല്ല, കറി പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കാനും കഴിയും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതുകൂടി ചേർക്കുമ്പോൾ നിങ്ങളുടെ ചിക്കൻ കറി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റിൽ തന്നെ കിട്ടുന്നതായിരിക്കും. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് 2 ക്യൂബാണ് ഞാനിവിടെ ചേർക്കുന്നത്. മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉപയോഗിക്കുമ്പോൾ ഉപ്പ് അധികമാകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി ക്യൂബ്സ് ചേർത്ത് കൊടുത്ത ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം.
കറി തിളച്ച് വരുമ്പോൾ വറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 കപ്പ് വെള്ളം കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം മൂടി കൊണ്ട് അടച്ച് പ്രഷറിൽ വയ്ക്കാവുന്നതാണ്. ഏകദേശം 2 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി തുറന്ന് കറി ഒന്നുകൂടി കുറുകി വറ്റുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടുണ്ട്. കിഴിപ്പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കിഴിപ്പൊറോട്ടയ്ക്കായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രോസൺ പൊറോട്ടയാണ്. ഇതിനായി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പൊറോട്ടയും യൂസ് ചെയ്യാവുന്നതാണ്. റെഡിമെയ്ഡ് പൊറോട്ട ഉപയോഗിക്കുന്നവർ അതൊന്ന് തവയിലിട്ട് നല്ലവണ്ണം ചുട്ടെടുക്കാൻ മറക്കാണ്ടിരിക്കുക. ഇനി നമുക്ക് കിഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്പൈസി എഗ് റോസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. സ്പൈസി എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലെയറായി പൊറോട്ട വെച്ച് അതിനു മുകളിലേക്ക് കറി ഒഴിച്ച് അതുകൂടാതെ എഗ് റോസ്റ്റും കൂടി അതിലേക്ക് വെച്ച് കിഴിയാക്കി കെട്ടിയെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വാഴയില നല്ലവണ്ണം വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് കിഴി കെട്ടാനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കിഴിയാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കിഴി പൊറോട്ട 2 രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. തവയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ ആവിയിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൽ ഏത് രീതിയിൽ ചെയ്താലും വളരെ ടേസ്റ്റിയാണ്. ഞാനിവിടെ ഏകദേശം 3 കിഴിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പൊറോട്ട ലെയർ ചെയ്യുമ്പോൾ അതിലേക്ക് 2-3 ടീസ്പൂൺ ഫ്രൈഡ് എഗ്ഗിൻ്റെ ഓയിൽ കൂടി ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കുന്നു. ഇനി ഇത് കിഴി രൂപത്തിലാക്കി അതിനെ ഒരു 10 മിനിറ്റ് നേരം സ്റ്റീമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ആവി പറക്കുന്ന ചൂട് കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. Hope you all enjoyed the video. Thank you for watching Basic Kitchen.